നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. അരവിന്ദന്റെ മക്കളുടെയും വിശേഷങ്ങളൊക്കെ ഇന്നു മുതൽ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഈ ചാനലിനകത്തല്ല, നമ്മുടെ മെയിൻ ചാനലിനകത്ത് മാമ്പഴത്തിനകത്താണ്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവര് ആ ചാനലിനകത്ത് കയറി സെർച്ച് ചെയ്താൽ മതി കേട്ടോ. എന്താണെങ്കിലും ഇന്നു മുതൽ ഞാൻ എല്ലാ ദിവസവും അരവിന്ദന്റെ കാവേരിയുടെയും ഗംഗയുടെയും ഒക്കെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നേ ബാലേന്ദ്രനോട് ഡോക്ടർ ആ കാര്യങ്ങളൊക്കെ പറയണം. ഇനിയിപ്പം വൈജയെ വേണേൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇവിടെ കിടത്തിയതുകൊണ്ടും വലിയ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഹോം നേഴ്സിനെ വെച്ചാൽ പോരെ വീട്ടില്. അതൊക്കെ കേട്ട് ഇനിയിപ്പോൾ ബാലേന്ദ്രൻ എന്ത് ഡോക്ടറോട് മറുപടി പറയണം നടത്തില്ല. കാരണം വൈജ പറഞ്ഞ കാര്യങ്ങളായിരുന്നു ബാലേന്ദ്രന്റെ മനസ്സെന്നറിയും. താൻ ഇവിടുന്ന് നടന്നോ വീട്ടിലേക്ക് പോകുന്നുള്ളൂ, താൻ ഈ ഹോസ്പിറ്റലിൽ കിടന്നോളാന്ന്. പക്ഷെ ഡോക്ടറോട് അത് പറയാൻ പറ്റില്ലല്ലോ, ഡോക്ടർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ഞാനേ വൈജയോടൊന്ന് സംസാരിക്കട്ടെ ഡോക്ടറെ, അവളുടെ അഭിപ്രായം കൂടെ എന്താണെന്ന് അറിയട്ടെ. ഒരു പക്ഷേങ്കിൽ അവൾക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആയാൽ മതിയെങ്കിൽ എന്നിങ്ങനെ ബാലേന്ദ്രൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആയിക്കോട്ടെ, വെറുതെ ഇവിടെ കിടന്ന് പൈസ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, വീട്ടിൽ ചെന്ന് മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ മതി, പിന്നെ ഇടയ്ക്ക് ചെക്കപ്പിന് വന്നാൽ മതി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സുനന്ദ പറഞ്ഞു, അല്ല ബാലേട്ടൻ എന്ത് തീരുമാനിച്ചു? ഞാൻ എന്ത് തീരുമാനിക്കാനാ, തീരുമാനം എടുക്കേണ്ട ആൾ അവളല്ലേ. അവളുടെ അഹങ്കാരം നിനക്കറിയാലോ. അവളുടെ വിചാരം ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ എന്നും കൊന്നും ആരിലൊക്കെ നോക്കാൻ കാണുന്ന. സുനന്ദ പറഞ്ഞു, ഞാൻ വന്ന് നിൽക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇപ്പം എത്ര ദിവസമായി ബാലേട്ടാ, ഇനി എന്നെക്കൊണ്ടും പറ്റില്ല എന്ന് പറയണ. അവൾ വേണമെങ്കിൽ ഒരു ഹോം നേഴ്സിനെ നിർത്തുമായിരിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സുനന്ദ പറഞ്ഞു, ബാലേട്ടനെ ഒന്ന് നിർബന്ധിച്ച് നോക്ക്, വിളിച്ചോണ്ട് പോകാൻ പറ്റുമെങ്കിൽ വിളിച്ചോണ്ട് പോകും, വെറുതെ എന്തിനെ ഹോസ്പിറ്റലിൽ കിടത്തേണ്ട കാര്യമുണ്ടോ? വൈജേച്ചിയാണെങ്കിലോ ബാലേട്ടനുള്ള ദേഷ്യത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ നോക്കാം അങ്ങനെയൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ, നോക്കട്ടെ, ഞാനൊന്ന് പോയി പറഞ്ഞു നോക്കാം എന്നും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ വീണ്ടും വൈജയുടെ മുറിയിലേക്ക് കയറി പോവാണ്. ഇതേ സമയത്ത് ഹരിശങ്കർ ശരണ്യയും കൂടെ ആ വീട്ടിലേക്ക് വരുവാണ്. അപ്പം എങ്ങനെയെങ്കിലും ശരണ്യെ ഒന്ന് പാട്ടിലാക്കണം, താൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കണം, ആ ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ. ഈ സമയം ശരണ്യ ചോദിച്ചു, അല്ല ഹരിയേട്ടാ, നമ്മളവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും നരൻ്റെ വീട്ടുകാരൊക്കെ അവിടെ ഉണ്ടല്ലോ അല്ലേ, കുറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ടെന്നേ, നിനക്കെന്താ എന്നെ വിശ്വാസം ഇല്ലേന്ന് ചോദിച്ചു. വിശ്വാസമുണ്ട്, പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, എന്നെ നേരത്തെ കാലത്ത് എത്തിക്കണമെന്ന്, വീട്ടിൽ 4 മണിക്ക് മുമ്പൊക്കെ എത്തിക്കണേ, അല്ലെ ഈ വീട്ടിൽ അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് വിശ്വാസമില്ലേ? എത്തിക്കുമെന്ന് പറഞ്ഞാൽ എത്തിക്കും. ഇനിയിപ്പം നിനക്ക് വല്ല ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, നീ എൻ്റെ കൂടെ വരണ്ട, ഇപ്പം ഇവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. എനിക്ക് ഹരിയേട്ടൻ്റെ വിശ്വാസക്കുറവൊന്നുമില്ല, ഹരിയണ്ണനെ എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പോരും, പിന്നെ എന്നോട് വഴക്കുണ്ടാക്കല്ലെന്ന് പറഞ്ഞു. ഇല്ലാന്നേ എന്നൊക്കെ ഇങ്ങനെ ഹരിശങ്കർ പറഞ്ഞു. കുറച്ച് ദൂരം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഹരിശങ്കർ പറഞ്ഞു, നിനക്ക് ദാഹിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു. എന്താ ഹരിയേട്ടാ, വെള്ളം വല്ലതും വേണോ? ഒരു കാര്യം ചെയ്യാം, നീ ആ കോള കുടിച്ചോളാൻ പറഞ്ഞു. അപ്പോഴേക്കും ശരണ്യ പറഞ്ഞു, എനിക്ക് കോള വേണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹരിശങ്കറിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ജോമാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മ വന്നേ. അവിടെ ചിലപ്പോൾ കോള വേണ്ടെന്ന് പറയും, അതുകൊണ്ട് നീ വെള്ളത്തിനകത്തും കൂടെ ആ പൊടി കലർത്തണമെന്ന്. അപ്പം അതൊക്കെ വെച്ച് വെള്ളത്തിനകത്തും കൂടെ പൊടി കലർത്തിയിട്ടുണ്ടായിരുന്നു. വെറും പൊടിയൊന്നും അല്ല, മയക്കുമരുന്ന് പൊടിയാണ് കലർത്തിയിരിക്കുന്നത്. അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയായപ്പോൾ അലീനയ്ക്ക് അതൊക്കെയാണ് കൊടുത്തത്. അപ്പം അതുപോലത്തെ ഒരു പൊടിയാണ് കലർത്തിയിരിക്കുന്നത്. അതൊന്നും പക്ഷേങ്കിൽ ഈ പറയുന്ന ശരണ്യയ്ക്ക് അറിയത്തുണ്ടായിരുന്നില്ലല്ലോ. പിന്നീട് ഹരി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നീ വെള്ളം കുടിച്ചാൽ മതി, കോള കുടിക്കാൻ ബുദ്ധിമുട്ടാണ്, വെള്ളം കുടിച്ചോളാൻ പറഞ്ഞു. ശരണ്യയ്ക്ക് സംശയമൊന്നും തോന്നിയില്ല, ഹരിയേട്ടൻ തരുന്നില്ല, വെള്ളമല്ലേ, അതിനകത്ത് എന്ത് ചേർക്കാനാ എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ ശരണ്യ ആ വെള്ളമെല്ലാം വാങ്ങിച്ചു കുടിച്ചു. ഈ സമയത്ത് ഹരിശങ്കറിന് സന്തോഷമായി, താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു. ഇതേ സമയത്ത് നരൻ രോഹിതനെ കൂട്ടി അകത്തേക്ക് കയറി പോയായിരുന്നു. അതൊരു ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടാണ്, റബ്ബർ തോട്ടത്തിന് നടുവിൽ, ചുറ്റും പുറത്തും ഒരു വീട് പോലും ഇല്ല, കുറേ ഏക്കർ സ്ഥലത്തിനകത്ത് ഒരു വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ രോഹിതനെയും കൂട്ടി അകത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ നമുക്കൊന്ന് ആഘോഷിക്കാൻ തുടങ്ങാൻ ചെറുതായിട്ട്, അത് ബിയറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രോഹിത്തിന് ബിയറൊക്കെ കൊടുത്തു. രോഹിത് ബിയറൊക്കെ കുടിക്കുവാണ്. പിന്നെ പാട്ടൊക്കെ വെച്ച് അവരെ അടിപൊളിയാക്കുവാണ് അവിടെ. ഈ സമയത്ത് ഹരിശങ്കർ അവളെയും കൂട്ടിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുക. ബാലേന്ദ്രന് പിന്നീട് വൈജയുടെ മുറിയിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. വൈജയുടെ മുറിയിൽ ചെന്നിട്ട് വൈജയുടെ ചോദിച്ചാൽ നിന്റെ തീരുമാനം എന്താണെന്ന് ചോദിച്ചു. എന്ത്? അല്ല, ഡോക്ടർ പറഞ്ഞു ഡിസ്ചാർജ് ആയിക്കോളാൻ പറഞ്ഞു, ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് ഇവിടെ കിടന്നിട്ടും പ്രയോജനം ഇല്ലെന്നാ പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ നീ വീട്ടിലേക്ക് വരുവാണോ എന്ന് ചോദിച്ചു. ഇത് കേട്ടിന് വൈജയന്തി പറഞ്ഞു, ഓഹോ, ഡോക്ടറെ സ്വാധീനിച്ച് നിങ്ങളെ ഡിസ്ചാർജ് വാങ്ങിക്കൊണ്ട് പോകാനായിട്ടുള്ള ശ്രമം അല്ലേന്ന് ചോദിച്ചു. ഈസി ആയിട്ട് എന്നെ കടത്തിക്കൊണ്ട് പോകാനായിട്ട്.
ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, നിനക്കെന്താ വൈദ്യ തലയ്ക്ക് ഓളം ഉണ്ടോയെന്ന് ചോദിച്ചു. ഈസി ആയിട്ട് കടത്തിക്കൊണ്ട് പോകാനായിട്ടാ. കൊള്ളാം, ഇതാ ഇപ്പം നല്ല കഥയായത്. ഓ, നിന്നെ കൊണ്ടുപോയിട്ട് വേണമല്ലോ എനിക്ക് അവിടെ ഏതാണ്ട് വല്ല മല മറിക്കാൻ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി പറഞ്ഞു, അല്ല പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ കൊണ്ടുപോകാനായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇത്ര ധൃതി പിടിക്കണമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞുകൊണ്ട് പറഞ്ഞാ ഇവിടെ കിടക്കുന്നുണ്ട് വലിയ അർത്ഥമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, അതെ എന്നെ അങ്ങനെ ഈസി ആയിട്ട് കൊണ്ടാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഞാനേ കൈയും തലയും കൊണ്ടൊന്നും അല്ല, എൻ്റെ ബുദ്ധിയും കൊണ്ടാണ് ഞാൻ പ്രവർത്തിക്കുന്ന അറിയാലോ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നിങ്ങളുടെ കൂടെ ഞാൻ അങ്ങോട്ടേക്ക് വരാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ ഗ്യാപ്പിന് എന്നെ അങ്ങോട്ട് നൈസായിട്ട് കൂട്ടിക്കൊണ്ട് പോകാനായിരിക്കും നിങ്ങളുടെ ഭാവം. അതൊന്നും നടക്കില്ല ബാലേന്ദ്ര, ഞാൻ അങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് പറഞ്ഞു. ആ അലീന എന്ന് പറയുന്ന പെണ്ണിനെ അവിടെ നിന്ന് അടിച്ചിറക്കാതെ ഞാൻ ആ വീടിൻ്റെ പടി ചവിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അയ്യോ വൈജയന്തി മാഡം വന്നില്ലെങ്കിൽ എൻ്റെ കഞ്ഞുകൂടി മുട്ടുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, നിങ്ങൾ കളിയാക്കൊന്നും വേണ്ട. വൈജയ്, നീ വന്നില്ലെങ്കിൽ എനിക്കൊന്നുമില്ല. വേണമെങ്കിൽ വന്നാൽ മതി. പിന്നെ നിനക്ക് ഇവിടെ കിടക്കാൻ താല്പര്യം നീ ഇവിടെ കിടന്നോ, വേണമെങ്കിൽ ഹോം നേഴ്സിനെ നിർത്തിക്കോ, അല്ലെ വേറെ എവിടേക്കെങ്കിലും പോകാനാണെങ്കിൽ പോയിക്കോ. പിന്നെ എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രം നിന്നോട് പറഞ്ഞ, പിന്നെ അവസാനം കൂട്ടിയും കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നഷ്ടം നിനക്ക് മാത്രമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, കൂടുതൽ നഷ്ടത്തെക്കുറിച്ചും ഇതേക്കുറിച്ചൊന്നും നിങ്ങൾ പറയണ്ട, എനിക്കെല്ലാം വ്യക്തമായിട്ടറിയാം. നിങ്ങൾ കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അതെ ഇന്നല്ലെങ്കിൽ നാളെ നീ ഇതിനെക്കുറിച്ച് ഓർത്തിരുന്ന് വിഷമിക്കുന്ന ഒരു ദിവസം വരും വൈജയ്, അന്ന് ഞാൻ ചിരിക്കുന്ന ദിവസമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, അങ്ങനെ നിങ്ങളെ ഞാൻ ചിരിക്കാൻ സമ്മതിക്കുമോ ബാലേന്ദ്ര? നിങ്ങളിപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ ഉണ്ടല്ലോ, ഒരു ദിവസം നിങ്ങൾ അതിനൊക്കെ നിങ്ങൾ എന്നോട് കണക്ക് പറയേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, ആരോടാ കണക്ക് പറയാൻ നമുക്കറിയാം, കാലം കാത്തിരിക്കുമല്ലേ വൈജയ്, നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ബാലേന്ദ്രൻ തയ്യാറായിരുന്നില്ല. വൈജയന്തി ആണെങ്കിലോ വീട്ടിലേക്ക് പോവില്ലെന്നൊരു ഒറ്റ നിലപാടിലായിരുന്നു. പിന്നീട് ബാലേന്ദ്രൻ പുറത്തിറങ്ങിയിട്ട് രാജീവിനെയൊക്കെ വിളിക്കുന്നുണ്ട്. രാജീവിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം. അതെ വൈജയന്തി അങ്ങോട്ടേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല, ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നില്ലെന്നാണ് പറഞ്ഞേ. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. പിന്നെ ഞാനിവിടെ വന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവ് എന്ന ലേബൽ ഉള്ളതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ. ഇത്രയും ദിവസം സുനന്ദ വന്ന് നിന്നു, ഇനിയിപ്പോൾ സുനന്ദ വന്ന് നിൽക്കത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചുകൊണ്ട് നിർത്ത്, അല്ലെങ്കിൽ ഹോം നേഴ്സിനെ നിർത്തോ, അവളെ കൂട്ടിക്കൊണ്ട് പോകുമോ, എന്ത് ചെയ്തോ. ഇനി എന്താണെങ്കിലും ഞാൻ അവളുടെ അടുത്തേക്ക് വരുമോ, അവളുടെ കാര്യങ്ങൾ നോക്കത്തൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ കോള് കട്ട് ചെയ്തു. അല്ലെങ്കിലും എത്രയെന്ന് വെച്ചിട്ടാ താന്നു കൊടുക്കണത്. ഇത്രയൊക്കെ ചെയ്തിട്ടും പിന്നും ബാലേന്ദ്രൻ താന്നു കൊടുക്കുക. എന്തേലും ആയി പൊക്കോട്ടെ, എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുമല്ലേ. അപ്പം പിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ വൈജയന്തി ആണെങ്കിൽ അമ്പിനും ബില്ലിനും അടുക്കുന്നുമില്ല. ബാലേന്ദ്രന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ബാലേന്ദ്രൻ അതുകൊണ്ട് പിന്നെ കൂടുതൽ നിർബന്ധിക്കാനും പോയില്ല. വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ ബാലേന്ദ്രൻ തിരികെ പോരുകയും ചെയ്തു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീന ചോദിച്ചു, എന്തായി അച്ഛാ പോയിട്ട് കാര്യങ്ങൾ, അമ്മ ഇങ്ങോട്ടേക്ക് വരാൻ കൂട്ടാക്കില്ലേന്ന് ചോദിച്ചു. എവിടെന്ന്? അവള് ഹോസ്പിറ്റലിൽ തന്നെ കിടക്കുന്നുള്ളെന്ന് പറഞ്ഞു. ആട്ടേന്ന് ഞാനും പറഞ്ഞു. മോളെ എന്തിനാ നമ്മൾ നിർബന്ധിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അല്ല രോഹിത് അവിടെ ചെന്നായിരുന്നു ചോദിച്ചു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞില്ല, അവന് ഹോസ്പിറ്റലിൽ ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ചെറിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതേ സമയത്ത് ഹരിശങ്കർ ശരണ്യയും കൂട്ടിക്കൊണ്ട് നേരെ വീട്ടിലേക്ക് എല്ലുവാണ്. ആ സമയം ശരണ്യ ചോദിച്ചു, അല്ല ഇവിടെയെങ്ങും ആരെയും കാണുന്നില്ലോ രോഹിയേട്ടാന്ന് ചോദിച്ചു. വരൂന്ന് പറയണം. അപ്പോഴേക്കുമാണ് നരൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ആ ബർത്ത്ഡേക്കാരൻ വന്നല്ലോ എന്നൊക്കെ പറയണം. ഇതാണ് ബർത്ത്ഡേക്കാരൻ എന്ന് പറഞ്ഞു. ശരണ്യ ബർത്ത്ഡേ ഒക്കെ വിഷയമാണ്. അപ്പോഴേക്കും ശരണ്യക്ക് ചെറുതായിട്ട് തല കറങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ആ വെള്ളത്തിനകത്ത് മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നീട് ഹരി പറഞ്ഞു, ബാ നമുക്ക് അകത്തേക്ക് കയറി പോകാമെന്ന് പറയണം. അല്ല ബാക്കി എല്ലാവരും എന്തിയേ? നരൻ്റെ വീട്ടുകാരൊക്കെ എന്തിയെ? അവരെല്ലാവരും ഉണ്ടെന്ന് പറയണം. അപ്പോഴേക്കും ശരണ്യക്ക് നിലത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. വല്ലാതെ തല ഇറങ്ങുന്ന പോലൊക്കെ തോന്നുകയാണ്. ആ സമയത്ത് ഹരിയോട് പറഞ്ഞു, ഹരിയേട്ടാ എനിക്ക് തല ഇറങ്ങുന്നുണ്ടെന്ന് പറയാം, എങ്കിൽ വാ നീ ഇവിടെ ഇരിക്കാനും പറഞ്ഞ് അങ്ങോട്ട് സെറ്റിയിലേക്ക് ഇവിടെ ഇരുത്തുവാണ്. ഒരു കാര്യം ചെയ്യാം, ഇതേ നരൻ്റെ അച്ഛനും അമ്മയൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുള്ള സാവകാശമൊന്നും ശരണ്യക്ക് കിട്ടിയില്ല. ശരണ്യ പറഞ്ഞു, എനിക്ക് എവിടെയെങ്കിലും കിടക്കണം, ഞാനിപ്പോൾ വീഴുമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഹരിശങ്കർ ശരണ്യയെ ചേർത്ത് പിടിച്ചു. ആ സമയത്ത് രോഹിത്തൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നു. ശരണ്യക്ക് ശരിക്കും കണ്ണുപോലും കാണുന്നുണ്ടായിരുന്നില്ല. കണ്ണാത്തൊരു മങ്ങൽ വന്നു. ഹരിശങ്കർ ശരണ്യയും ചേർത്ത് പിടിച്ചുകൊണ്ട് നേരെ മുറിയിലേക്ക് പോവാണ്. അവൾ വീഴുന്നതിന് മുമ്പ് മുറിയിൽ കൊണ്ട് കിടത്താനായിട്ട്. ഇനി വേണം അവൻ്റെ ഉപദേശങ്ങളൊക്കെ നടപ്പാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇനി എന്തായി തീരുമെന്ന് കണ്ടറിയണം. നെക്സ്റ്റ് വീക്ക് പ്രൊമോയ്ക്കകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒടുവിൽ രോഹിത്തൊക്കെ പെട്ടുപോകുന്നുണ്ട് ഹരിശങ്കറിൻ്റെ വലയിൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.